ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻസ് 20, 21 and 22 ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫ്ലോ ഇൻ കൺസെൻറ്റ് ഓർ മിസ്റ്റേക്ക്. ഫ്ലോ എന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ പിഴവ്, ന്യൂനത, വിള്ളൽ എന്നൊക്കെയാണ് അർത്ഥം. സോ ഫ്ലോ ഇൻ കൺസെൻറ്റ് മീൻസ് കൺസെൻറ്റിലെ പിഴവ് അല്ലെങ്കിൽ മിസ്റ്റേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ: മിസ്റ്റേക്ക് ഈസ് ആൻ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. എന്തിനെ കുറിച്ചെങ്കിലും ഉള്ള എറോണിയസ് ബിലീഫ്, തെറ്റായ ധാരണ, അതാണ് മിസ്റ്റേക്ക്. That is, mistake is defined as an erroneous belief about something. Mistake is also known as flaw in consent or error in consensus. Consensus ad idem നമ്മൾ പഠിച്ചതാണ്. ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് ആണ് കൺസെൻസസ് അഡ് ഐഡം. അങ്ങനെയാണെങ്കിൽ എറർ ഇൻ കൺസെൻസസ് എന്നത് മിസ്റ്റേക്കിനെയാണ് പറയുന്നത്. മിസ്റ്റേക്ക് ഈസ് ഓൾസോ നോൺ ആസ് ആൻ എറർ ഇൻ കൺസെൻസസ്. Mistake can be divided into two types: mistake of law and mistake of fact. Mistake of law dealt under section 21 of Indian Contract Act. Mistake of law is again divided into mistake of law of the country and mistake of foreign law. Mistake of fact is divided into unilateral mistake, which is dealt under section 22 of Indian Contract Act, and bilateral mistake, which is dealt under section 20 of Indian Contract Act. മിസ്റ്റേക്കിനെ നമുക്ക് മിസ്റ്റേക്ക് ഓഫ് ലോ എന്നും മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നും തിരിക്കാം. മിസ്റ്റേക്ക് ഓഫ് ലോയിനെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ ലാൻഡ് ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന് രണ്ടായിട്ട് തിരിക്കാം. മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിനെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഫസ്റ്റ് വൺ, മിസ്റ്റേക്ക് ഓഫ് ലോ. In that, mistake of law of the land. Mistake of law is not an excuse. That is, ignorantia juris non excusat. Mistake of law അല്ലെങ്കിൽ mistake of law of the land എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. ഫേമസ് ലാറ്റിൻ മാക്സിം ignorantia juris non excusat means mistake of law is not an excuse. അതായത് ഒരു രാജ്യത്തെ പൗരൻ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയുവാൻ ബാധ്യസ്ഥനാണ്. ലോയിലുള്ള അജ്ഞത കൊണ്ട്, ലോയിലുള്ള അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തിട്ട് എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നിയമം അറിയില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ ട്രാഫിക് നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് ഈ നാട്ടിലെ ട്രാഫിക് നിയമങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നിയമം അറിയാതെയാണ് ഞാൻ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് എന്ന് പറഞ്ഞ് ഒരു പാർട്ടിക്ക് ആ എഗ്രിമെൻറ്റിനെ വോയിഡ് ആക്കുവാൻ കഴിയില്ല. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ ഒരു കോൺട്രാക്ട് എൻറ്റേർഡ് ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ട് ഫുള്ളി വാലിഡ് ആണ്, എൻഫോഴ്സിബിൾ ആണ്. എ കോൺട്രാക്ട് എൻറ്റേർഡ് ഡ്യൂ ടു ദ മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് ഫുള്ളി വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ. നൗ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ഒരു ഇന്ത്യൻ പൗരൻ ഒരു വിദേശ രാജ്യത്ത് പോയി ആ രാജ്യത്തിൻ്റെ നിയമം അറിയാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന് പറയുന്നത്. സോ അത്തരം സന്ദർഭങ്ങളിൽ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്നത് ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. എന്നിട്ട് അത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റ് വോയിഡായിട്ട് കണക്കാക്കും. ഈ പറഞ്ഞ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയുടെ എക്സ്ക്യൂസ് സിവിൽ നേച്ചറുള്ള കേസസിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ക്രിമിനൽ കേസസിൽ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഒരു കൺസിഡറേഷനേ അല്ല. അതായത് ഒരു വിദേശ പൗരൻ വന്ന് ഇന്ത്യയിൽ ക്രൈം ചെയ്താലും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ക്രൈം ചെയ്താലും അത് പണിഷബിൾ ആണ്. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഈസ് ട്രീറ്റഡ് ആസ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് ഹെൻസ് ദ എഗ്രിമെൻറ്റ് എൻറ്റേർഡ് അണ്ടർ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഈസ് വോയിഡ്. സോഫാർ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മിസ്റ്റേക്കിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള തെറ്റായ ധാരണയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മിസ്റ്റേക്ക് ഈസ് ആൻ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. ഫ്ലോ ഇൻ കൺസെൻറ്റ് അല്ലെങ്കിൽ എറർ ഇൻ കൺസെൻസസ് എന്ന് പറയുന്നത് മിസ്റ്റേക്കിനെ തന്നെയാണ്. മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് രണ്ട് തരത്തിൽ മിസ്റ്റേക്കിനെ തരംതിരിക്കാം. അതിൽ മിസ്റ്റേക്ക് ഓഫ് ലോയെ മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ ലാൻഡ് എന്നും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ എൻ്റർ ആയിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഫുള്ളി വാലിഡ് ആണ്, എൻഫോഴ്സിബിൾ ആണ്. അതേസമയം മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്നത് ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്.
ഇനി സെക്കൻഡ് വൺ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്താണെന്ന് നോക്കാം. When the mistake is to a matter of fact essential to the agreement, then it is called a mistake of fact. എഗ്രിമെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റർ ഓഫ് ഫാക്റ്റില്, ഒരു വസ്തുതയില് ഒരു മിസ്റ്റേക്ക് നടന്നാൽ അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റില് എവിടെയാണ് മിസ്റ്റേക്ക് നടന്നിരിക്കുന്നത്? മാറ്റർ ഓഫ് ഫാക്റ്റില്, വസ്തുതയില്. ഇനി ആ മാറ്റർ ഓഫ് ഫാക്ട് എങ്ങനെയുള്ളതാണ്? ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ എഗ്രിമെന്റ്. എഗ്രിമെന്റിന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു വസ്തുതയിലാണ് മിസ്റ്റേക്ക് നടന്നിരിക്കുന്നത്. ക്ലിയർ? If the mistake is to a matter of fact essential to the agreement, then it is called a mistake of fact. Mistake of fact can be divided into two types: bilateral mistake, which is dealt under section 20, and unilateral mistake, which is dealt under section 22 of Indian Contract Act. Mistake of fact രണ്ട് തരത്തിലുണ്ട്: bilateral mistake and unilateral mistake. ഫസ്റ്റ് വൺ, ബൈലാറ്ററൽ മിസ്റ്റേക്ക്. സെക്ഷൻ 20ലാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. വെൻ ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ എസെൻഷ്യൽ ടു ദ കോൺട്രാക്ട്, ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. എപ്പോഴാണോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റർ ഓഫ് ഫാക്റ്റിൽ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്, അതിനെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നു. അതായത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്നത് മ്യൂച്വൽ ആണ്, രണ്ട് പാർട്ടീസും ഉൾപ്പെടുന്നതാണ്, ആൻഡ് റിലേറ്റഡ് ടു ദ എസെൻഷ്യൽ ടേം ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽ ടേമുമായിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാക്റ്റുമായിട്ട് റിലേറ്റഡുമാണ്. ഇനി ഒരു എഗ്രിമെന്റിൽ ബൈലാറ്ററൽ മിസ്റ്റേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ സ്ഥിതി എന്താണ്? ആ എഗ്രിമെന്റ് വോയിഡ് എഗ്രിമെന്റ് ആകും. ഇൻ കേസ് ഓഫ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ദ എഗ്രിമെന്റ് ഈസ് വോയിഡ്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് 7 തരത്തിൽ നടക്കാം. ഒരു സബ്ജക്ട് മാറ്ററിന്റെ എക്സിസ്റ്റൻസിൽ, ഐഡന്റിറ്റിയിൽ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടൈറ്റിൽ, അതുപോലെ പ്രൈസ്, ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് നടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള എറർ, അതും ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആയിട്ട് വരാവുന്നതാണ്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്ട് മാറ്റർ. ഒരു സബ്ജക്ട് മാറ്റർ, ഒരു കോൺട്രാക്റ്റിന്റെ സബ്ജക്ട് മാറ്ററിന്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിൽ എന്തെങ്കിലും ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് നടന്നാൽ അത്തരത്തിലുള്ള എഗ്രിമെന്റ് വോയിഡ് ആണ്. സബ്ജക്ട് മാറ്ററിന്റെ എക്സിസ്റ്റൻസ് എന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എ പർച്ചേസ്ഡ് ബീസ് മോട്ടോർ കാർ വിച്ച് വാസ് ലൈയിങ് ഇൻ ബീസ് ഗാരേജ്. ബിയുടെ ഗാരേജിൽ കിടക്കുന്ന ബിയുടെ കാർ എ പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ എയുടെയും ബിയുടെയും അറിവോടുകൂടി അല്ലാതെ ഈ ബിയുടെ ഗാരേജിൽ കിടന്ന കാർ നശിച്ചുപോയി. സോ ഇപ്പോൾ ബിയുടെ കാർ എന്ന ആ ഒരു സബ്ജക്ട് മാറ്ററെ അത് നിലവിലില്ല, ദാറ്റ് ഈസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്. അപ്പോൾ അത്തരത്തിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സിസ്റ്റൻസിൽ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ സബ്ജക്ട് മാറ്ററിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എഗ്രിമെന്റ് വോയിഡ് ആകും. എ പർച്ചേസ്ഡ് ബീസ് കാർ വിച്ച് വാസ് ലൈയിങ് ഇൻ ബീസ് ഗാരേജ്. അൺനോൺ ടു എ ആൻഡ് ബി, കാർ വാസ് ഡിസ്ട്രോയിഡ്. സബ്ജക്ട് മാറ്റർ is not in existence, so the contract became void. സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ലോസ് ആണ് കൊട്ടയർ വേഴ്സസ് ഹാസ്റ്റി എന്ന കേസ്. ഈ കേസിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഷിപ്പിൽ വരവേണ്ടിയിരുന്ന ഒരു കാർഗോ പർച്ചേസ് ചെയ്യുന്നു. സോ ഈ എക്കും ബിക്കും അറിവില്ലാതെ തന്നെ ഈ ബിയുടെ ഷിപ്പ് ഡ്രോൺ ആയിട്ട് അതിലുള്ള ഐറ്റംസ് എല്ലാം ലോസ് ആവുന്നു. സോ എയും ബിയും കോൺട്രാക്ട് റെഡി ചെയ്തത് നോട്ട് ഇൻ എക്സിസ്റ്റൻസിലുള്ള ഒരു സബ്ജക്ട് മാറ്ററിലാണ്. സോ ദ കോൺട്രാക്ട് ബിക്കെയിം വോയിഡ്. In Kottayar versus Hasti, A purchased from B a cargo supposed to be in transit at the time of sale, but unknown to the parties, the ship had been cast away and the goods lost. The contract became void as the subject matter was not in existence. That is, a bilateral mistake in identity of subject matter arises when one party intends to deal in one thing and the other in another. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു കേസ് ലോ നോക്കാം. റഫൽസ് വേഴ്സസ് വിച്ചല്ലോസ്. ഈ കേസിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പിയർലെസ് എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ വരുന്ന കോട്ടൺ വാങ്ങിക്കുവാൻ വേണ്ടി എഗ്രിമെന്റ് ചെയ്തു. പക്ഷേ പിയർലെസ് എന്ന പേരിൽ 2 ഷിപ്സ് ഉണ്ട്. എ
ഉദ്ദേശിച്ചത് ഒക്ടോബറിൽ വരുന്ന ഷിപ്പിൽ നിന്നാണ്, പക്ഷേ ബി ഉദ്ദേശിച്ചത് ഡിസംബറിൽ വരുന്ന ഷിപ്പിനെയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ബൈലാറ്ററൽ മിസ്റ്റേക്ക് നടന്നു. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഈസ് വോയിഡ്. In Raffles versus Vichellas, A agreed to buy cotton from B to be arrived by the ship called Peerless. There were two ships by that name. A meant the ship sailing in October and B meant the ship sailing in December. The court held that there was bilateral mistake as to the identity of the subject matter and hence the contract became void. Similarly, സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഫാക്റ്റിൽ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് നടന്നാൽ ആ സന്ദർഭങ്ങളിലെല്ലാം കോൺട്രാക്റ്റ് വോയിഡാണ്. നൗ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഇറ്റ് ഈസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 22. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ മാറ്റർ ഓഫ് ഫാക്റ്റിൽ ഒരു മിസ്റ്റേക്ക് വരുന്നുള്ളൂ. സാധാരണയായിട്ട് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് അല്ല. അതായത് ജനറലി ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്ക് നടന്ന ഒരു കോൺട്രാക്റ്റ് വാലിഡാണ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ഒരു ബുക്ക് 2000 റുപ്പീസിന് വാങ്ങുന്നു. ആക്ച്വലി ആ ബുക്കിന് പ്രൈസ് 1000 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ എക്ക് പോയിട്ട് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുവാൻ കഴിയില്ല. കോൺട്രാക്റ്റ് വാലിഡാണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്കിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്നത് ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടിയിലാണ് നടന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കോൺട്രാക്റ്റ് വോയിഡാണ്. ഫോർ എക്സാമ്പിൾ, എ വിഷസ് ടു കോൺട്രാക്ട് വിത്ത് ബി. എ ബിയോട് കോൺട്രാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ബട്ട് ബൈ മിസ്റ്റേക്ക് ഓഫ് ഐഡൻറ്റിറ്റി ഹി കോൺട്രാക്ട്സ് വിത്ത് സി. പക്ഷേ ആരോടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്? സിയോട്. സി നോസ് ദിസ്. സിക്ക് ഇത് അറിയാം. ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടിയിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എയുടെ ഭാഗത്തു നിന്ന് നടന്നു. സോ ഹിയർ ദ കോൺട്രാക്ട് ഈസ് വോയിഡ്. ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടിയിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് നടന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഹിയർ ഈസ് നോ കൺസെൻസസ് അറ്റ് ഐഡം, ദർ ഈസ് നോ ഐഡൻറ്റിറ്റി ഓഫ് ദി മൈൻഡ്സ്. വൺസ് അഗെയിൻ, യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. ഇൻ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് only one of the parties is under mistake as to a matter of fact essential to the agreement. Generally, a unilateral mistake is not a defense and the agreement is valid. But for this, there is one exception. If the unilateral mistake is as to the identity of the party, then such a contract is void.